പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേദയും വിക്രവും കൂടെ മലഞ്ചെരുവിൽ താമസമാക്കുവാണ്. അങ്ങനെ വെറുതെ താമസിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ, രണ്ടുപേർക്കും ജോലി വേണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റത്തോളെന്ന് രണ്ടുപേരും കൂടെ തീരുമാനിക്കുകയാണ്. ഗീവർഗീസിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീവർഗീസ് പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, ഇവിടെ തേയില നുള്ളാൻ പോകുന്ന സ്ത്രീകളുണ്ട്, അവരുടെ കൂടെ പോകാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയാണ്, അതിനെന്താ, ഞാൻ വരുന്നുണ്ട്, ഏത് ജോലിക്കും അതിൻ്റേതായ മഹാത്മ്യമുണ്ട് എന്ന് വിക്രത്തെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ വേദയാണെങ്കിൽ ആ സ്ത്രീകളുടെ തേയില നുള്ളാനൊക്കെ പോവുകയാണ്. വിക്രമാണെങ്കിൽ പള്ളിയിൽ ഓരോരോ ജോലിക്ക് ഗീവർഗീസ് വിളിച്ചുകൊണ്ടു. അങ്ങനെ വിക്രവും പള്ളിയിൽ ഓരോ ജോലിയും ചെയ്ത് അവരവിടെ പുതിയൊരു ജീവിതം കെട്ടിപ്പൊക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീകാന്താണെങ്കിൽ അവരെ തിരക്കി എല്ലായിടത്തും അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പലരെയും കണ്ട് അവരെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇവരെവിടാണെന്ന് മാത്രം അവർക്കൊരു അറിവും കിട്ടുന്നില്ല. അനിയൻകുട്ടനാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ വേദയും വിക്രവും അനിയൻകുട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വലിയ മാറ്റമൊന്നും തോന്നില്ല. പക്ഷേ കുറച്ച് ഭയമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേദയും വിക്രവും അവരുടേതായ ലോകത്തിൽ ഒതുങ്ങിക്കൂടുകയാണ്. പിന്നെ ഒരു രാത്രിയിലാണെങ്കിൽ വേദയും വിക്രവും കൂടി ഇത് സംസാരിക്കുകയാണ്. വിക്രം പറയാണ്, ഇങ്ങനൊരു ജീവിതം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വേദ എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, ഞാനും ഒരിക്കലും വിചാരിച്ചില്ല. വിക്രവും ഞാനും മാത്രമായി ഇതുപോലൊരു ജീവിതം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, നീ ആദ്യം എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നീ എന്നോടുള്ള വൈരാഗ്യം കൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പതുക്കെ പതുക്കെ നീ എൻ്റെ ജീവിതത്തിലേക്ക് അറിയാതെ തന്നെ പ്രധാനപ്പെട്ട ഒരാളായി മാറി. ഇപ്പം പിരിയാനാവാത്ത രീതം അടുത്ത് കഴിഞ്ഞെന്ന് വിക്രം വേദയെടുത്ത് പറയാണ്. അങ്ങനെ വിക്രം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേദയുടെ തോളിലേക്ക് ചായുകയാണ്. എന്തെങ്കിലും സങ്കടമൊക്കെ വരുമ്പോൾ ഞാൻ അമ്മയോടാണ് പറയുന്നത്. ഇപ്പം എനിക്ക് നിന്നോട് പറയുന്നത് ഒരു ആശ്വാസമാണെന്നൊക്കെ വേദയെടുത്ത് പറയാണ്. അങ്ങനെ വിക്രമാണെങ്കിൽ വേദയുടെ തോളിലേക്ക് ചായുകയാണ്. വേദ പറയാണ്, വിക്രത്തിന് എന്ത് വിഷമമുണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും എന്നോട് പറയാം, വിക്രത്തിൻ്റെ എപ്പോഴും ഞാൻ കാണും എന്നും പറയാണ്. അങ്ങനെ വിക്രത്തെ മടിയിൽ പിടിച്ച് കിടത്തി ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ വിക്രവും വേദയും കൂടുതൽ അടുക്കുകയാണ്. രണ്ടുപേരും കൂടെ സംസാരിച്ച് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ, വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഡോറുകളൊക്കെ തുറന്ന് കിടക്കുമ്പോൾ അവിടെ അനിയൻകുട്ടനെ നോക്കുന്നുണ്ട്. പക്ഷെ അനിയൻകുട്ടനെ കാണുന്നില്ല. അങ്ങനെ വേദയും വിക്രം കൂടെ ആകപ്പാടെ ഭയന്ന് പോകുന്നുണ്ട്. അവിടെ എല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിനുള്ളിൽ നോക്കിയിട്ട് വിക്രം പറയാണ്, പുറത്തേക്ക് പോയിട്ടുണ്ടല്ലോ എന്ന് പറയാണ്ട്. അങ്ങനെ അനിയൻകുട്ട എന്നും വിളിച്ചുകൊണ്ട് വേദയും വിക്രവും ഓരോ സൈഡിലേക്ക് ഓടി നടന്ന് അന്വേഷിക്കുകയാണ്. കുട്ടനാണെങ്കിൽ ഓർമ്മയില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. വിക്രത്തിനാണെങ്കിൽ അന്വേഷിക്കുകയാണ്. തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെയും എല്ലാം ഓടി നടന്ന് അന്വേഷിക്കുന്നുണ്ട്. വേദയും അന്വേഷിക്കുന്നുണ്ട്. അവസാനം അനിയൻകുട്ടനെ വിക്രം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വേദയും വിക്രവും കൂടെ ആ മലഞ്ചെരുവിൽ പുതിയൊരു ജീവിതം കെട്ടിപ്പൊക്കുവാണ്. ആരുടെയും ശല്യമില്ലാത്ത അവരുടേതായ ഒരു ലോകത്ത് വേദയും വിക്രവും പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. ശ്രീകാന്താണെങ്കിൽ ഓടി നടന്ന് അന്വേഷിക്കുകയാണ് വേദയും വിക്രത്തെയും.